ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് നമിത KV. ഞാൻ സെൻറ്റ് മേരീസ് ചർച്ച് ചൊവ്വരയിൽ നിന്ന് വരുന്നു. ഞാൻ +2 കഴിഞ്ഞിരിക്കുമ്പോഴായിരുന്നു ഞാൻ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് അബ്രോഡ് പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ ഞാൻ എൻ്റെ PT പഠിക്കാനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ചെയ്തു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് എൻ്റെ PT സ്കോർ നഴ്സിങ്ങിന് പോകാനുള്ളത് ലഭിച്ചില്ലായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ മമ്മി പറഞ്ഞു, ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ട് നമുക്കൊന്നും കൂടി എഴുതി നോക്കാം, നിനക്ക് കിട്ടും എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ മമ്മിയും കൂടി വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഞാൻ 24 സെപ്റ്റംബർ 2023 ഞാൻ ഉടമ്പടി എടുത്തത്. ഇവിടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ PT ഒന്നും കൂടി അറ്റംപ്റ്റ് ചെയ്തു. അതിൽ എനിക്ക് ന്യൂസിലാൻഡിൽ പോകാനുള്ള നഴ്സിംഗ് സ്കോർ എനിക്ക് ലഭിച്ചു. അങ്ങനെ നമ്മൾ ഏജൻസിയെ കാണാൻ പോയപ്പോൾ അവർ പറഞ്ഞു, ബാക്കി ഫണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്ത് തുടങ്ങിക്കോ, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഫണ്ടിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ ബാങ്കിൽ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ലോൺ തരാം, നിങ്ങൾ പറയുന്ന എമൗണ്ട് ഞങ്ങൾ തരാം, ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴും അവർ പറഞ്ഞു ഓക്കെ ആണ്, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ വീട് ഇരിക്കുന്ന സ്ഥലം പുരയിടമാക്കാത്തതുകൊണ്ട് ലോൺ തരാൻ ഇത്ര എമൗണ്ട് നമുക്ക് ലോൺ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒന്നും കൂടെ ചോദിച്ചു നോക്കി. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും പറ്റില്ല, അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഒരു ബാങ്കിലും കൂടെ ഒപ്പീനിയൻ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് വേറൊരു ബാങ്കിലും കൂടെ പോയി ചോദിച്ചു. അപ്പോൾ അവരും സെയിം ഇത് തന്നെയാണ് പറഞ്ഞത്, ലാൻഡ് പുരയുടെ ആക്കാത്തത് കൊണ്ട് ലോൺ ഇത്ര എമൗണ്ട് തരാൻ പറ്റില്ലെന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിക്കുകയും അച്ഛൻ കാശ് രൂപമൊക്കെ തരികയും ചെയ്തു. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ ബാങ്കിൽ പോകുമ്പോൾ ബാങ്കിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും എൻ്റെ ലോണിന് വെച്ചേക്കുന്ന ലാൻഡ് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പിന്നെ എൻ്റെ ലോണിന് വെച്ചേക്കുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യായിരുന്നു. എൻ്റെ ഫയലിൽ ഞാൻ കാശ് രൂപമിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പയുടെ കടയിലേക്ക് ആദ്യം ഞങ്ങൾ പോയ ബാങ്കിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ട് മാനേജേഴ്സൊക്കെ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറയുന്ന എമൗണ്ട് ഞങ്ങൾ തരാം, ഒരു പ്രശ്നവും ഇല്ല, നിങ്ങൾ എത്ര എമൗണ്ട് ആണോ പറയുന്നത് ആ എമൗണ്ട് തരണേന് ഞങ്ങൾ പാസ്സാക്കി തരാം, ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ ആദ്യം പോയതും രണ്ട് ബാങ്കിൽ നിന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പ്രശ്നവും ഇല്ല, ഞങ്ങൾ ലോൺ സാങ്ഷനാക്കി തരാം, ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടാമത് വെച്ചിരുന്ന ബാങ്കിൽ ഞങ്ങൾ പ്രോസസ്സ് മൂവ് ചെയ്തു. അങ്ങനെ എനിക്ക് ഈ ലോണിൻ്റെ സാങ്ഷൻ ലെറ്റർ 15 ജനുവരി 2024 എനിക്ക് എൻ്റെ ലോണിൻ്റെ സാങ്ഷൻ ലെറ്റർ കിട്ടി. അങ്ങനെ ഞാൻ വിസയ്ക്ക് വെച്ചത് ഫെബ്രുവരി 1 2024 ഞാൻ എൻ്റെ വിസയ്ക്ക് വെച്ചു. വിസയ്ക്ക് വെച്ച് കഴിഞ്ഞിട്ടും അവർ ഒരു പ്രാവശ്യം 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും 5 ഏപ്രിൽ 2024 ഒരു അഡീഷണൽ ഡോക്യുമെൻ്റ് ആയിട്ട് എനിക്ക് ഇമിഗ്രേഷനിൽ നിന്ന് ഒരു മെയിൽ വന്നു. അപ്പോൾ ആ മെയിലിൽ പറയുന്നത് ലോണിൻ്റെ സാങ്ഷൻ ലെറ്ററിൽ 6 മാസത്തെ വാലിഡിറ്റി ഒന്നും കാണിച്ചിട്ടില്ല, അത് കാണിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ അതൊക്കെ ഓൾറെഡി അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒന്നും കൂടെ ഏജൻസി ആയിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് അതിലൊന്നും പ്രശ്നമില്ല, പക്ഷേ ലോണിൻ്റെ സാങ്ഷൻ ലെറ്ററിൽ OD അക്കൗണ്ട് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ലോണിൻ്റെ സാങ്ഷൻ ലെറ്ററിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ റിജക്ഷൻ തരും. അവർ മെയിൽ പോലും അയക്കില്ലായിരുന്നു. ഇതിവരെന്തോ കാണാണ്ട് പോയെന്തോ ആണ്, അല്ലെങ്കിൽ കണ്ടിരുന്നെങ്കിൽ അപ്പോൾ അവർ അപ്പം തന്നെ റിജക്ഷൻ തന്നാനേ, ഒരു മെയിലും അയക്കില്ലായിരുന്നു. അപ്പോൾ ഇത് മാതാവ് ഇനി ഞങ്ങൾക്ക് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു, മാതാവ് എനിക്കിത് കാണിച്ചു തന്ന് രണ്ടാമത് അവരെ കൊണ്ട് മെയിൽ അയപ്പിച്ചതാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ബാങ്കിൽ പോയി OD അക്കൗണ്ട് എല്ലാം ഉള്ളതെല്ലാം മെൻഷൻ ചെയ്തതെല്ലാം മാറ്റി ഒറിജിനൽ ഞങ്ങളുടെ ലോണിൻ്റെ സാങ്ഷൻ ലെറ്റർ ഒന്നും കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ 23 ഏപ്രിൽ 2024 എൻ്റെ വിസയുടെ അപ്രൂവൽ എനിക്ക് ലഭിച്ചു, AIP എനിക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ ഫീസ് അടയ്ക്കുകയും ട്യൂഷൻ ഫീസെല്ലാം അടയ്ക്കുകയും ചെയ്തു. അങ്ങനെ എനിക്ക് അതിൻ്റെ റെസിപ്റ്റ് വന്ന് ഒന്നും കൂടി അപ്ലോഡ് ചെയ്ത് എനിക്ക് വിസ വരികയും ചെയ്തു. എനിക്ക് വിസ വന്നത് 9 മെയ് 2024 എനിക്ക് വിസ എനിക്ക് മെയിലായിട്ട് വരികയും ചെയ്തു. ഇത് മാതാവ് തന്നൊരു വലിയ അനുഗ്രഹമാണ് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തിയൊക്കെ ചെയ്യായിരുന്നു. ഞാൻ ഇവിടുന്ന് പത്രം ഞങ്ങൾ എല്ലാ മാസവും വന്ന് മേടിച്ചുകൊണ്ട് പോയി വഴിയരികിലും ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ട് ഹോസ്പിറ്റലിലും വഴിയരികിലുള്ള ആൾക്കാർക്ക് കൊടുക്കും. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ പോയിട്ട് അവർക്ക് വേണ്ട ആവശ്യമൊക്കെ ചെയ്തു കൊടുക്കും. അവർക്ക് വേണ്ട സ്നാക്സൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അവരുടെ അടുത്ത് സംസാരിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പള്ളിയിലൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് പോകാനൊക്കെ തുടങ്ങി, ബൈബിൾ വായിക്കാനൊക്കെ തുടങ്ങി. ഇത് മാതാവ് തന്ന ഒരു വലിയ അനുഗ്രഹമാണ് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ മുമ്പിൽ വിലയുള്ളവരാകുവാനായിട്ട് ഓരോ വ്യക്തികളും ശ്രമിക്കണമെന്ന് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിലൂടെ നമ്മോട് പറയാറുണ്ട്.
എങ്ങനെയാണ് കർത്താവിൻ്റെ മുമ്പിൽ വിലയുള്ളവരാവുക? എങ്ങനെയാണ് കർത്താവ് നമ്മെ തൊടുന്നതിന് നാം തന്നെ എങ്ങനെയാണ് വഴികൾ ഒരുക്കുക? ഇവിടെ കർത്താവ് തൊട്ട അനുഭവങ്ങളാണ് സാക്ഷ്യങ്ങളായിട്ട് പറയുക. ഈ മകളുടെ വിദേശത്തേക്കുള്ള പഠനത്തിനായിട്ട് പോകുന്നതിന് അതിന് ലോൺ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അവർക്ക് അതിനുള്ള സെക്യൂരിറ്റി ഇല്ല. പിന്നീട് ഉള്ള പുരയിടം പോലും അത് കരനിലമല്ല, അതുകൊണ്ട് അതൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞ ബാങ്ക് 2 പ്രാവശ്യം പറഞ്ഞ് വിട്ടെടുത്ത് അതേ ബാങ്കിൽ നിന്ന് തന്നെ വിളിക്കാനൊക്കെ കാരണമാകുന്നത് എങ്ങനെയാണ്? ഇപ്പോഴും കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് കിടക്കുന്നത്. എന്നാൽ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അതുമാത്രമാണ് നമുക്കിവിടെ കാണുവാനുള്ളത്. അങ്ങനെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമ്മുടെ യോഗ്യതയല്ല, കർത്താവിൻ്റെ കൃപകളാണ് നമുക്ക് വേണ്ടി എല്ലാം നേടിത്തരുന്നത് എന്നുള്ളത് ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലും കൂടുതൽ കൂടുതൽ വ്യക്തമാക്കുകയാണ് അമ്മ ചെയ്യുക. അമ്മ ഈ മകളുടെ ജീവിതത്തിനും കുടുംബത്തിനും കൃപകൾ വർഷിക്കാനായിട്ട് ഈശോയോട് മാധ്യസ്ഥം വഹിക്കുന്നു. താൻ ഇതിനു മുമ്പായിരുന്ന പോലുള്ള ഒരു ആത്മീയ ജീവിതമല്ല താൻ നയിക്കുന്നത്. കാരുണ്യ പ്രവർത്തികൾ, അത് നിബന്ധനകളാണ് ഇവിടെ നിന്ന് നാം പറഞ്ഞു വിടുന്നത്. അതെന്തുകൊണ്ട് വ്യക്തികൾ ചെയ്യണം? ആ വ്യക്തികൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. കാരുണ്യ പ്രവർത്തികളൊക്കെ നമ്മൾ വേദപാഠ ക്ലാസ്സിൽ പഠിച്ചത് മാത്രമേ ഉള്ളൂ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ. എന്നാൽ ആ പുസ്തകത്തിലെ പഠനം മാത്രമാകാതെ അത് ജീവിതത്തിലേക്ക് പ്രയോഗിക്കാനാണ് ഉടമ്പടി ജീവിതം നമ്മോട് പറയുക. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.